ഇന്ന് നമ്മൾ കുറച്ച് ലേറ്റായി. കരുനാഗം കണ്ടാ പിന്നെ അത് മതി. കൈലാഷ് സാർ വന്നോ ചേട്ടാ? അതേ ഇപ്പോഴൊന്നും വരില്ല, ഇനി സമയം എടുക്കും. എത്ര സമയം എടുക്കും ചേട്ടാ? 10 മണിയെങ്കിലും ആവും. കൃത്യം 10 മണിക്ക് തന്നെ വരില്ലേ ചേട്ടാ? കൈലാസ് സാർ എന്താ നമ്മളെപ്പോലെ ഇവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളിയാണോ? ഇത് അദ്ദേഹത്തിന്റെ കമ്പനിയല്ലേ, അദ്ദേഹത്തിന് ഇഷ്ടമുള്ളപ്പോൾ അദ്ദേഹം വരും. വരാൻ തോന്നിയില്ലെങ്കിൽ ചിലപ്പോൾ വന്നില്ലെന്നും വരും. ഇതൊക്കെ ഞാനെങ്ങനെ കൃത്യമായിട്ട് പറയുന്നത്? രാവിലെ തന്നെ കുറെ ചോദ്യങ്ങളെ ഇറങ്ങിക്കോളും. ദേഷ്യപ്പെടല്ല ചേട്ടാ, അദ്ദേഹത്തോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്, അതുകൊണ്ടാ ചോദിച്ചേ. അദ്ദേഹം വന്നാ ഒന്ന് അകത്ത് വന്ന് പറയാമോ? ഇതിലെന്താ ചേട്ടാ ഇത്ര ആലോചിക്കാൻ? ജോലി ചെയ്യുന്നവർ ആരെങ്കിലും കാണാൻ വന്നു പറയാൻ വേണ്ടി അകത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ കർണാടക സാറിന്റെ വായിരിക്കണ മുഴുവൻ ഞാൻ കേൾക്കണം. ഇങ്ങനെ ഒരു കാര്യം പറയാൻ ഞാൻ എങ്ങനെ ഉള്ളിലേക്ക് വരിക? ഒന്ന് സഹായിക്ക ചേട്ടാ. ഇവിടെ വേറെ തിരക്കുകളൊന്നും ഇല്ലെങ്കിൽ കൈലാസ് സാർ വന്നോടനെ ഞാൻ നിങ്ങളെ അറിയിക്കാം. താങ്ക് യു ചേട്ടാ. ശരി, ഒന്ന് നിന്നേ. നിങ്ങളെന്തിനാ കൈലാസ് സാറിനെ കുറിച്ച് അന്വേഷിക്കുന്നത്? അല്ല, നിങ്ങളെന്താ ഒന്നും മിണ്ടാത്തെ? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമല്ല ഏട്ടാ. വെറുതെ നുണ പറയല്ലേ. എന്തോ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് നീ പറയുന്നത് ഞാൻ കേട്ടല്ലോ. നീ കാര്യം എന്താന്ന് വെച്ചാ പറ. ചേച്ചിയുടെ കല്യാണത്തിന് കൈലാസ് സാറിന് അച്ഛൻ കൊടുത്ത ക്ഷണക്കത്ത് അദ്ദേഹം ഹോസ്റ്റലിൽ വെച്ച് മറന്നു. അതൊന്ന് നേരിട്ട് കൊടുക്കാൻ വേണ്ടിയാ. ഇതാണോ പ്രധാനപ്പെട്ട കാര്യം? നിന്റെ അച്ഛൻ അദ്ദേഹത്തെ ക്ഷണിച്ചില്ലെങ്കിൽ പോലും കൈലാസ് സാറ് കൃത്യമായിട്ട് അവിടെ എത്തും. നീ അതിനു വേണ്ടിയൊന്നും അല്ല കൈലാസ് സാറിനെ അന്വേഷിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്നാലും നിന്നെ ഞാൻ ചോദ്യം ചെയ്യാൻ നിൽക്കുന്നില്ല. ശരി, വാ പോവാ. ഇവളെന്തിനാണാവോ കൈലാഷ് സാറിനെ കാണാൻ ശ്രമിക്കണേ? അപ്പൊ എന്തോ പ്രശ്നമുണ്ട്. നോക്കാം. നീ എന്താ വെറുതെ നോക്കിയിരിക്കുന്നേ? എനിക്ക് അളവെഴുതിയ പേപ്പർ തന്നില്ല. അതെന്താ? ഞങ്ങൾക്കൊക്കെ കിട്ടിയല്ലോ. മോഹൻ ചേട്ടാ, പാറുവിന്റെ മെഷർമെന്റ് ഷീറ്റ് കിട്ടിയില്ല. പ്രിയൻ എല്ലാവർക്കും കൊടുത്താണല്ലോ. ഞാനൊന്ന് പോയി ചോദിച്ചിട്ട് വരാം. നീ പാറുവിന് മെഷർമെന്റ് ഷീറ്റ് കൊടുത്തില്ലേ? ഇല്ല, ബാക്കി എല്ലാരെയും ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതാ അവളുടെ മെഷർമെന്റ് ഷീറ്റ്. പാറു ചൈനീസ് കോളർ ആദ്യമായിട്ടാണ് തയ്ക്കുന്നത്. അതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നീ പറഞ്ഞു കൊടുക്കുക. ഞാനെന്തിനാ പറഞ്ഞു കൊടുക്കുന്നത്? നീ തന്നെ പറഞ്ഞു കൊടുത്താൽ മതി. എടാ, വെറുതെ ഇങ്ങനെ ചെറിയ കുട്ടികളെ പോലെ പിണങ്ങി മാറി നടന്നിട്ട് കാര്യമില്ല. അവളോട് സംസാരിച്ച് അവളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണം. എടാ, ഞാനതിന് ശ്രമിച്ചില്ലെന്നാണോ നിന്റെ വിചാരം? അവൾ എന്റെ ക്ഷമ വല്ലാതെ പരീക്ഷിക്കുന്നുണ്ട്. ഇനി സംസാരിച്ച കൂടുതൽ വഴക്കാവുകയുള്ളൂ. നീ ഇതുകൊണ്ടേ കൊടുക്ക. എടാ, പ്രണയത്തില് ഇങ്ങനെയുള്ള പിണക്കങ്ങളൊക്കെ സാധാരണമാണ്. അതൊന്നും കാര്യമാക്കാതെ മുന്നോട്ട് പോണം. നീ കൂടുതൽ ഉപദേശിക്കാൻ നിൽക്കാതെ ഇതുകൊണ്ടേ കൊടുക്ക. ഇതൊന്നും എന്റെ ഡ്യൂട്ടി അല്ല. നീ തന്നെ ചെന്ന് പറഞ്ഞു കൊടുക്ക്. വാ, പറഞ്ഞു കൊടുക്ക്. ഇന്ന് നീ തയ്ക്കാൻ പോകുന്ന എല്ലാം യൂറോപ്പിലേക്ക് കയറ്റി അയക്കേണ്ട ഷർട്ടുകളാണ്. സൂക്ഷിച്ച് തയ്ക്കണം. അളവുകളെല്ലാം ഇതിൽ എഴുതിയിട്ടുണ്ട്. ഷർട്ടുകളിൽ
ചൈനീസ് കോളറാണ് വെക്കേണ്ടത്. അത് മറക്കണ്ട. പ്രിയൻ ചേട്ടാ, എന്നോട് അളവുകൾ പറയാൻ മറന്നതാണോ അതോ വേണമെന്ന് വെച്ച് എന്നെ ഒഴിവാക്കിയതാണോ? ഈ ചോദ്യങ്ങൾക്കൊന്നും എന്റെ കയ്യിൽ മറുപടിയില്ല. പ്രിയൻ ചേട്ടൻ നിന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടക്കുമ്പോ നിനക്ക് വിഷമം തോന്നുന്നില്ലേ? അതുപോലെ തന്നെയാ ഇത്രയും ദിവസം പ്രിയൻ ചേട്ടനും തോന്നിയത്. കൈലാസ് സാർ എത്തിക്കാണോ? അദ്ദേഹം വന്നു കഴിഞ്ഞാ സെക്യൂരിറ്റി ചേട്ടൻ അറിയിക്കാന്നല്ലേ പറഞ്ഞത്? സർ, എന്താ? കൈലാസ് സാർ എത്തിക്കാണോ? ജോലി ചെയ്യാനിരിക്കുമ്പോഴേ ഇന്ന് എത്ര പീസ് തയ്ക്കണം, വേറെ എന്തൊക്കെ ജോലി ചെയ്യണം എന്നൊന്നും ചോദിക്കരുത്. കൈലാഷാർ എവിടെയെന്ന് മാത്രം അന്വേഷിച്ചാൽ മതി. തൊഴിലാളി കൃത്യസമയത്ത് ജോലിക്ക് വന്നൊന്ന് മുതലാളി അന്വേഷിച്ചാലേ ജോലി നന്നായിട്ട് നടക്കണമെന്ന് അർത്ഥം. ഇത് മുതലാളി വന്നോന്ന് തൊഴിലാളി അന്വേഷിക്കാൻ തുടങ്ങിയ കമ്പനി നശിച്ചു എന്നർത്ഥം. അല്ല, നിന്നെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, മുതലാളി നന്നാവണം. ആട്ടെ, നീ എന്തിനാ ഇപ്പൊ കൈലാഷ് സാർ വന്നോന്ന് അന്വേഷിക്കണേ? അദ്ദേഹത്തിനോട് പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. സാറ് വന്നോന്നൊന്നും എനിക്കറിയില്ല. രാവിലെ നീ സെക്യൂരിറ്റിയോട് അന്വേഷിക്കണ്ടായിരുന്നു, ഇപ്പൊ എന്നോടും അന്വേഷിക്കുന്നു. അപ്പൊ എന്തോ പ്രശ്നമുണ്ടല്ലോ. ഓടി പോയി ജോലി അടി ഓടി. വഴിന്ന് മാറ. ഇവള് രാവിലെ മുതല് കൈലാസ് സാർ വന്നോന്ന് അന്വേഷിക്കുന്നുണ്ടല്ലോടാ. എന്തിനാടാ അത്? എനിക്കറിയില്ല. അവളോട് ചോദിച്ചാലും ഉത്തരം കിട്ടുമെന്നും പ്രതീക്ഷിക്കണ്ട. പിന്നെ എന്തിനാ വെറുതെ സമയം കളയുന്നത്? നീ നിന്റെ ജോലിയെ നോക്കും. വെറുതെ കരുണാകരന്റെ വഴക്ക് കേൾക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? കൈലാഷ് സാർ വന്ന സെക്യൂരിറ്റി ചേട്ടൻ പറയും. നീ ഒന്ന് ക്ഷമയോടെ കാത്തു നിൽക്ക്. സാറിനോട് പാറു അന്വേഷിച്ച കാര്യം പറഞ്ഞാലോ? അയ്യോ, മുക്ത മാഡം